കോൺഗ്രസിന്റെ പ്രതിനിധി അബിൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് അണ്ണാ ഹസാരെ RSS ഏജന്റ് ആണെന്ന് ഞങ്ങൾ അന്ന് ആക്ഷേപിച്ചാണ്. അണ്ണാ ഹസാരെ മാത്രമല്ലല്ലോ, അരവിന്ദ് കെജ്രിവാളും RSSന്റെ ഏജന്റ് ആണെന്നാണല്ലോ അന്ന് കോൺഗ്രസ് ആക്ഷേപിച്ചിരുന്നത്. ഞങ്ങൾ അണ്ണാ ഹസാരെ ഈ നിമിഷം ഇവരെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് അണ്ണാ ഹസാരെ എന്താ കൃത്യമായി പറഞ്ഞത്? അണ്ണാ ഹസാരെ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ചെയ്ത പ്രവൃത്തികൾക്ക് അദ്ദേഹം അനുഭവിക്കുന്നുള്ളത് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തള്ളിപ്പറയാ ചെയ്തത്. ഇനി അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാരെയൊക്കെ RSS ഏജന്റ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എടുത്ത് മുന്നണിയിൽ വെച്ചിരിക്കുന്നത്? ഇവരുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളെ തന്നെയാണ് ഇപ്പോൾ RSSന്റെ ഏജന്റ് എന്ന് അബിൻ വിശേഷിപ്പിക്കുന്നത്. അവർക്ക് അഴിമതി നടന്നു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് തർക്കമില്ല. കാരണം ഈ അഴിമതി കേസിന് ആധാരമായിട്ടുള്ള വിഷയത്തിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ്. അത് മാത്രമല്ല, നിരവധി പത്രസമ്മേളനം നടത്തിയതിന്റെ ഡേറ്റ നിങ്ങളുടെ ഇറക്കം കൈവശം ഇരിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഞാൻ പൂർത്തിയാക്കട്ടെ, തടസ്സപ്പെടുത്തരുത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നെ അദ്ദേഹം ചോദ്യം ചെയ്ത ടൈമിംഗ് ആണ്. നോക്കൂ, എങ്ങനെ ടൈമിംഗ് ചോദ്യം ചെയ്യാൻ പറ്റുക? ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ജയിലായിട്ട് കാലത്രയായി, ഡൽഹിയിലെ മറ്റ് മന്ത്രിമാർ ജയിലായിട്ട് കാലത്രയായി, നിരവധി ആം ആദ്മി പാർട്ടി നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട് കാലത്രയായി. 4-5 മാസക്കാലമായിട്ട് അരവിന്ദ് കെജ്രിവാളിന് സ്ഥിരമായി ED നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 8-9 തവണ നോട്ടീസ് കൊടുത്തു. കോൺഗ്രസ് പറഞ്ഞല്ലേ ഈ EDയുടെ നോട്ടീസ് എവേഡ് ചെയ്യുന്നത് ശരിയല്ല, അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനായതുകൊണ്ട് EDയുടെ നോട്ടീസ് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്, ധാർമ്മികതയുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ച് EDയുടെ ചോദ്യത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ട അതേ കോൺഗ്രസ്സുകാർ ഇന്നവിടെ ഇരുന്നിട്ട് ആ ടൈമിങ്ങിനെ ചോദ്യം ചെയ്യുന്നത് എന്ത് മോശമാണ്. പിന്നെ ഞങ്ങളാണോ വാഷിംഗ് മെഷീൻ? ആരാ വാഷിംഗ് മെഷീൻ? കോൺഗ്രസിന്റെ മുന്നണി ചേർന്നപ്പോൾ കെജ്രിവാൾ ഇപ്പോൾ വിശുദ്ധനായി, മാന്യനായി, വാഷിംഗ് മെഷീനായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീൻ ആരാ? ഈ ഇരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ അല്ലേ? അരവിന്ദ് കെജ്രിവാളിന്റെ ചില സ്വഭാവങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം ആദ്യഘട്ടത്തിൽ സ്വന്തം കുട്ടികളുടെ തലയിൽ കൈവച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനോ മാധോ ഇരിക്കുന്ന അബിനോ ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ സ്വന്തം കുട്ടികളുടെ തലയിൽ കൈവച്ചൊരു സത്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ ഒരു കാലത്തും രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല, ഒരു കാലത്തും രാഷ്ട്രീയ പദവികൾ സ്വീകരിക്കില്ല, മത്സരിക്കില്ല എന്ന് സ്വന്തം കുട്ടികളുടെ നെറുകയിൽ തലവെച്ച് സത്യം ചെയ്തയാളാണ് അരവിന്ദ് കെജ്രിവാൾ. ഒന്ന്. അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ സത്യം എന്താ? കോൺഗ്രസ്സുകാർ മഹാ അഴിമതിക്കാരായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കോൺഗ്രസുമായി സന്ധി ചെയ്യില്ല എന്ന് പറഞ്ഞ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ഇതേ അരവിന്ദ് കെജ്രിവാളാണ് ലാലു പ്രസാദ് യാദവിന്റെ കൂടെ സഖ്യം ചേരുന്നത്. ആരാ ലാലു പ്രസാദ്? അഴിമതി കേസിൽ കൺവിക്ട് ചെയ്തയാളല്ലേ ലാലു പ്രസാദ് യാദവ്? ആ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ചേർന്ന് മുന്നണി ഉണ്ടാക്കി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ആ സത്യപ്രതിജ്ഞയ്ക്ക് പോയ ആളല്ലേ അരവിന്ദ് കെജ്രിവാൾ? അതേ ലാലു പ്രസാദ് യാദവ് ഇന്ന് ഇവരുടെ മുന്നണിയുടെ ഭാഗമല്ലേ? അഴിമതി കേസിൽ കൺവിക്ട് ചെയ്യപ്പെട്ടയാളാണ്, കോടതി ശിക്ഷിച്ചയാളാണെന്ന് ഓർക്കണം, കാലിത്തീറ്റ കേസിൽ. അപ്പൊ ആരാണ് വാഷിംഗ് മെഷീൻ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കണ്ട ഏറ്റവും വലിയ അവസരവാദിയും അഴിമതിക്കാരനും കള്ളനുമാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ നാളിതുവരെയായി മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ മുഴുവൻ നേതാക്കളും കള്ളന്മാരാണെന്ന് പറഞ്ഞ് അവസാനം ആരാണ് യഥാർത്ഥ കള്ളൻ എന്നുള്ളത് തെളിവ് സഹിതമായി പിടിക്കപ്പെട്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു തെളിവില്ലെന്ന് പറഞ്ഞു. അല്ലല്ല, ഒരു കാര്യം കൂടി അദ്ദേഹം തെളിവില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ തെളിവില്ല എന്ന് പറയാ? നിങ്ങളുടെ 5 വക്കീലന്മാർ നിരന്ന് അവിടെ സംസാരിച്ചല്ലോ. ഇലക്ട്രോണിക് എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചാറ്റുകളടക്കം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതെല്ലാം റിട്രീവ് ചെയ്തിട്ടാണ് ED ഹാജരാക്കിയിട്ടുള്ളത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. അദ്ദേഹം പറയുന്നത് കെജ്രിവാൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ജയിലിലിരുന്ന് അങ്ങ് ഭരിച്ചു കളയുന്ന. അപ്പോൾ മനീഷ് സിസോദിയുടെ രാജ്യം എന്തിനാ വാങ്ങിച്ചത്? സിസോദി അഴിമതിക്കാരനാണെന്ന് നിങ്ങൾ സമ്മതിച്ചോ? ഞാൻ ചോദിക്കട്ടെ, സിസോദി അഴിമതിക്കാരനാണെന്ന് ആം ആദ്മി പാർട്ടിയുടെ വക്താവ് സമ്മതിച്ചോ? അല്ലെങ്കിൽ ഒരു മിനിറ്റ്, അതിന് മുമ്പുള്ള ആളുകളൊക്കെ രാജിവെച്ചല്ലോ. അല്ല, കേജ്രിവാളിന് മാത്രം രാജിവെക്കില്ല എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, മിനിമം ഉളുപ്പുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, ലാലു പ്രസാദ് യാദവിന് ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ, ഒരു മിനിറ്റ്, നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ. ലാലു പ്രസാദ് യാദവ് കൺവിക്ട് ചെയ്യപ്പെട്ടപ്പോൾ അയാൾ രാജിവെച്ച് ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കി. ജയലളിത കൺവിക്ട് ചെയ്യപ്പെട്ട സമയത്ത് രാജിവെച്ചു, അവിടെ പകരം മുഖ്യമന്ത്രി വന്നു. മിനിമം ജയലളിതയും ലാലു പ്രസാദും കാണിച്ച ആ ധാർമ്മികതയെങ്കിലും ഈ കെജ്രിവാൾ എന്ന് പറയുന്ന ഈ കാപട്യക്കാരൻ കാണിക്കോ? അതാ ഒന്നാമത്തെ ചോദ്യം. 2, ഒരു കാര്യം കൂടി പറയട്ടെ. മേഘ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ വേറൊരു കേസ് ഉണ്ടായിരുന്നു. അതിൽ കോടതി പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. There are references to unaccounted transactions with respect to the search documents recovered from the Megha Engineering Group appears to indicate unaccounted transfers to Congress. ഇന്നലെ ഡൽഹി ഹൈക്കോടതി പറഞ്ഞതാണ്. കോൺഗ്രസിനോട് ഉന്നയിച്ച കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശ്രീ സന്ദീപ് വാര്യർ മറുപടി പറയണം. ED ഉപയോഗിച്ച് നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കാൻ കാരണം EDയുടെ 95% കേസുകളും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണ്. ഏതാണ്ട് 121 പേരാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാർ EDയുടെ അന്വേഷണം നേരിടുന്നത്. അതിൽ 95% പേർ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ, പിന്നീട് തൃണമൂൽ, പിന്നീട് NCP, ശിവസേന, DMK, BJD, ഇങ്ങനെ
പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇ ഡിയുടെ അന്വേഷണം നേരിടുകയാണ്. ഞാൻ പറയാം എന്തുകൊണ്ടാണ്. മാതൊരു സമയം തരണം. പണ്ട് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടന്നിരുന്നത് ബജാജ് സ്കൂട്ടറിനായിരുന്നു. കാരണം എന്താ? ഡൽഹിയിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്ന ബജാജ് സ്കൂട്ടറായിരുന്നു. പ്രതിപക്ഷത്തെ ആളുകളാണ് 95% അഴിമതി കേസിൽ അന്വേഷിക്കപ്പെടുന്നെങ്കിൽ അവർ മുഴുവൻ കള്ളന്മാരായതുകൊണ്ടാണ്. ഈ പ്രതിപക്ഷത്തിനോട്ട് കാര്യം, ഈ പ്രതിപക്ഷത്തുള്ള ഒറ്റ മിനിറ്റ് ഒരു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഇ ഡിയുടെ അന്വേഷണം റെയ്ഡും വന്നതിന് തൊട്ട് പിന്നാലെ ഇലക്ട്രൽ ബോണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതോ? ഇലക്ട്രൽ ബോണ്ട് വ്യവസ്ഥാപിതമായ കാര്യമായിരുന്നു. ലോകത്തുള്ള കള്ളന്മാരെല്ലാം വ്യവസ്ഥാപിതമായി പൈസ കൊണ്ട് BJP കൊടുക്കണമെന്നുണ്ടോ? അല്ല, ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി കേസുകൾ നേരിടുന്ന പല സ്ഥാപനങ്ങളും ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും വിവിധ പാർട്ടികൾക്ക് ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. 41 കമ്പനികൾ 2471 നിങ്ങൾ മാത്രം അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന ദേശീയ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷ നിരക്ക് സാധിക്കില്ലല്ലോ. ആര് പറഞ്ഞു? കഴിയുമോ? ഞാൻ പറയാം എന്തുകൊണ്ട് ഞാൻ പറയാം. അല്ല ഞാൻ പറയാമേ, അതിന് അല്ല അങ്ങനെയാണ് ന്യായീകരണമെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പൂർത്തിയാക്കട്ടെ, എന്നിട്ടല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. 41 കമ്പനികൾ 2471 കോടി ഈ പറയുന്ന അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്തതിനു ശേഷം റെയ്ഡിനു ശേഷമാണ് 1698 കോടിയും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇതെന്താ ഹഫ്തഭരിക്കലോ, ഗുണ്ടാപിരിവോ? അല്ല മാധു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. മാധു പറയുന്ന കാര്യം നമുക്കൊന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ, ഇനിയിപ്പോൾ ഇവർ പരാതി അല്ല ഇവരേതെങ്കിലും കേസ് വന്നതിന് പുറകെയാണ് ഈ പൈസ കൊടുത്ത് എന്ന് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ, ഇവരെല്ലാവരും ഒന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാധു ചോദിക്കും, പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ കേസിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. കഴിയുമല്ലോ, അവർക്ക് ആക്ഷേപം ഉന്നയിക്കാതിരിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അഴിമതിയുടെ ഭാഗമായി മാറുകയല്ലേ. ഇന്ത്യ മഹാരാജ്യത്ത് പൊളിറ്റിക്കൽ പാർട്ടി ഒരു മിനിറ്റ്, അതും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ പെടുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ സമ്മതിച്ചാൽ മതി. അവർ ഈ ആക്ഷേപം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി പണം വാങ്ങിയെന്ന് അവർ സമ്മതിച്ചാൽ മതി. ഇനി ഒരു കാര്യം, പ്രതിപക്ഷം മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കണമെന്നില്ലേ? നിങ്ങൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയ ഇച്ഛ ഇല്ലാതാവുമോ? പ്രതിപക്ഷം പറയുന്നതനുസരിച്ച് മാത്രമാണോ ദേശീയ അന്വേഷണ? ഞാനൊരു കാര്യം കൃത്യമായി പറയാം. ഈ പറയുന്ന ഒരു കമ്പനികൾക്കെതിരെയുമുള്ള ഒരു അന്വേഷണവും നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അഴിമതിക്ക് ആരോപണ വിധേയരായിട്ടുള്ള കോൺഗ്രസ്സുകാരെയും ആം ആദ്മി പാർട്ടിക്കാരെയും കയ്യിൽ പൈസ വാങ്ങിയത് പോലെയാണ്. അങ്ങനെയല്ല. ഈ രാജ്യത്ത് ഉള്ള മിക്കവാറും എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ടാവും. കാരണം അവരെല്ലാവരും രാജ്യത്തെ വിവിധ കേസ് അല്ലെങ്കിൽ വിവിധ പ്രോജക്റ്റുകളിൽ പണം മുടക്കിയിട്ടുള്ളവരാണ്, വിവിധ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നവരാണ്. സ്വാഭാവികമായിട്ട് പരാതി ഉണ്ടാവും, കേസുകളുണ്ടാവും എന്ന് കരുതി അവർക്കൊന്നും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ടിങ് കൊടുക്കാൻ അധികാരമില്ല എന്ന് പറയരുത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണ്? ഞങ്ങൾ മേഘ ഗ്രൂപ്പിന്റെ നിന്ന് പണം വാങ്ങി എന്നാണ് പറയുന്നത്. അവരിൽ നിന്ന് അൺഅക്കൗണ്ടഡ് പണം വാങ്ങിയതിന് തെളിവുണ്ടെന്നാണല്ലോ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. കോൺഗ്രസ് വാങ്ങിയതിന് ഞങ്ങൾ വാങ്ങിയത് അക്കൗണ്ടഡും അവർ വാങ്ങിയത് അൺഅക്കൗണ്ടഡും ആണ്. ഇവര് ബ്ലാക്ക് മണിയുടെ ആളുകളാണ്. പ്രശ്നം എന്ന് പറയുന്നത്.